വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന മിക്ക പ്രവാസികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജോലിയും തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തിന്നാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ആ സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് കഞ്ഞിയൊക്കെ ആയിരിക്കും അവരുടെ ഒരേ ഒരു ശരണം. സോ ഇത്തവണ ഞാൻ ടേസ്റ്റി ഈറ്റ്സിൻ്റെ നല്ല അടിപൊളി അച്ചാർ ലണ്ടനിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് പട്ടിണിയാവാതെ ഞാനിപ്പോൾ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ട്. ദാ ഈ നിൽക്കുന്ന റെൻസൻ ചേട്ടനും പിന്നെ അമ്മ ബേബി ആൻറ്റി കൂടി കൂടിയിട്ടാട്ടോ ഇത്രയും നല്ല അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളവിടെ അച്ചാർ കഴിച്ചു നോക്കി, അടിപൊളി അച്ചാർ കേട്ടോ. നോക്കിക്കേ, ടേസ്റ്റി ഈറ്റ്സിന്റെ ബീഫ് അച്ചാറും കേരള അച്ചാറും ഫിഷ് അച്ചാറും ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് അച്ചാർ? നീ പറയടി. നല്ല ടേസ്റ്റ് അല്ലേ? സൂപ്പർ അച്ചാറല്ലേ? പൈസ കൊടുത്ത് അതിനുള്ള മുതലുണ്ട്. നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാം. വടുക്കപ്പുളി ഉണ്ട്, ബീഫ് ഉണ്ട്. അപ്പൊ അച്ചാർ എങ്ങനെയുണ്ട്? അച്ചാർ സൂപ്പർ ആണെന്നാ ഞാൻ പറഞ്ഞത്. സൂപ്പർ അല്ലേ? എല്ലാരും പറയും സൂപ്പറാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അച്ചാർ സൂപ്പർ അല്ലേ? കൂടുതലും പുറത്തേക്ക് കയറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നെയ്യ് നല്ല സോറി എണ്ണമയം അധികമില്ല. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇവിടുത്തെ അച്ചാർ കൂടെ ഉറച്ചു പോലെ, പക്ഷെ ഇത് ഉറക്കാത്ത രീതിയിലല്ല. അപ്പൊ നമ്മൾ ടേസ്റ്റി ഈറ്റ്സ് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണുള്ളത്. അപ്പൊ എല്ലാവരും ഈ അച്ചാർ വാങ്ങിച്ചിന് ഇവര് നല്ലോണം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇറ്റ്സ് ഫ്രം us from Bathiri signing off.